الحمد لله رب العالمين نحمده ونستعينه ونستهديه ونسترشده ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد وما بعد فإن أصدق الحديث كلام الله وأصدق الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله وإماء الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون صدق الله مولانا العظيم സ്നേഹധന്യരായ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്കനുസരിച്ച് ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി തഖ്വയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാൻ അവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വഴിയിൽ വെച്ച് നമ്മളോടൊരാൾ എന്തെങ്കിലും സഹായിക്കണേ, അതല്ലെങ്കിൽ എന്തെങ്കിലും തന്നു പോകണേ എന്ന് പറഞ്ഞാൽ ഒരു 10 20 അതല്ലെങ്കിൽ കൂടി വന്നാൽ ഒരു 100 രൂപ വരെ അയാൾക്ക് കൊടുക്കാൻ നമുക്ക് വലിയ തടസ്സം ഇക്കാലത്തുണ്ടാകില്ല. പക്ഷെ ഒരാൾ വന്ന് ആ ചോദ്യം 500 1000 ആക്കിയാൽ 1000 രൂപ തരും എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് എന്താണ് നിന്റെ ആവശ്യം, ആരാണ് നീ എന്നുള്ള ചോദ്യം അയാൾ പരിചിതനല്ലെങ്കിൽ കൂടിയും അയാളെക്കുറിച്ച് അറിയാൻ നമ്മൾ ആഗ്രഹം പ്രകടിപ്പിക്കും. എന്നിട്ടേ ആ പൈസ നമ്മൾ കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. ഇനി നമുക്ക് തന്നെ അറിയുന്ന ഒരാൾ, നമ്മുടെ സുഹൃത്ത്, പരിചയക്കാരൻ, അയാൾ നിങ്ങളോടൊരു 10,000 രൂപ ആവശ്യപ്പെടുന്നു, കടമായി 50,000 രൂപ ആവശ്യപ്പെടുന്നു. അതെന്താണ് എന്ന് അറിഞ്ഞിട്ടും ഉറപ്പിച്ചിട്ടും തന്നെ കൊടുക്കുക എന്നുള്ളതായിരിക്കും നമ്മൾ യുക്തമായി എടുക്കുന്ന, ബുദ്ധിപൂർവം എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ, നമ്മളുടെ പരസ്പര ബന്ധങ്ങൾ
അതിന് നമ്മളുടെ സമയവുമായി, നമ്മളുടെ അധ്വാനവുമായി, നമ്മളുടെ മൂല്യം, അതായത് നമ്മുടെ പണവുമായി ഒക്കെ വലിയ ബന്ധമുണ്ട്. എങ്കിൽ ഏറ്റവും കൂടുതൽ സമയം അള്ളാഹുവിന് കൊടുക്കുന്ന നമ്മൾ, 5 നേരം നമസ്കരിക്കാൻ വരുന്ന നമ്മൾ, കൊല്ലത്തിലൊരിക്കൽ 1 മാസം പൂർണ്ണമായും നോമ്പെടുക്കുന്ന നമ്മൾ, ജീവിതത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം പടച്ചവനാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ചെലവഴിക്കുന്ന നമ്മൾ, പടച്ചവനെ അറിഞ്ഞിട്ട് തന്നെയാണോ, മനസ്സിലാക്കിയിട്ട് തന്നെയാണോ ഇത് കൊടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അറിവില്ലാതെ നമസ്കരിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അറിവില്ലാതെ മറ്റ് സമർപ്പണങ്ങൾ നമ്മൾ ചെയ്യുന്നത്, അത് നമ്മുടെ ഒരു നിസ്സഹായാവസ്ഥ മാത്രമാണോ? അതല്ല നമ്മളുടെ അറിവും അന്വേഷണവും ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് വിശുദ്ധ ഖുർആൻ തരുന്ന സന്മാർഗവും അടിസ്ഥാനപ്പെടുത്തിയ ഒന്നിനെ മുന്നിൽ വെച്ചുകൊണ്ടാണോ എന്നുള്ളതാണ് നിങ്ങളോട് ഞാൻ അന്വേഷിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നിങ്ങളെടുത്ത് പാരായണം ചെയ്തു നോക്കൂ. ഒരു 4 ആയത്ത്, ഒരു 5 ആയത്തെങ്കിലും കടന്നു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ വരാതെ, അള്ളാഹുവിനെ കുറിച്ച് വരാതെ, വിശദീകരിക്കപ്പെടാതെ ഏതെങ്കിലും ഒരു ഖണ്ഡിക, അതല്ലെങ്കിൽ ഒരു പേജ് കടന്നു പോകാൻ നിങ്ങൾക്ക് സാധിക്കും? അൽ ഗഫൂർ എന്നില്ലാത്ത, അർ റഹ്മാൻ എന്നില്ലാത്ത, റഹീം എന്നില്ലാത്ത, ഇനി അള്ളാഹ് എന്ന് തന്നെ ഇല്ലാത്ത ഈ വാക്കുകൾ യഥാർത്ഥത്തിൽ പടച്ച തമ്പുരാനെ നമ്മൾ അടുത്ത് പരിചയപ്പെടണം എന്ന നിലക്ക് വിശുദ്ധ ദീനുൽ ഇസ്ലാമും വിശുദ്ധ ഖുർആനും നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അള്ളാഹ് ആരാണ്? നേരത്തെ നമ്മൾ പറഞ്ഞ സുഹൃത്ത് ആരാണ്? നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ, നമുക്കതിന് മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അതിന് നമുക്ക് കയ്യും കണക്കുമില്ലാത്തതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞ സുഹൃത്തിനെ പോലെയോ, വഴിയിൽ വെച്ച് കണ്ട യാത്രക്കാരനെ പോലെയോ, ഭിക്ഷക്കാരനെ പോലെയോ അല്ല അവർ എന്നുള്ളത് കൊണ്ടാണ്. എങ്കിൽ മാതാവിനേക്കാളും പിതാവിനേക്കാളും മക്കളെക്കാളും അള്ളാഹുവെ വലുതായി കാണുന്നു എന്ന് ഏറ്റവും ചുരുങ്ങിയത് പറയുകയെങ്കിലും ചെയ്യുന്ന നമ്മളങ്ങനെ പറയാറുണ്ട്, ശരിയാണ്. എങ്കിൽ എന്തറിവാണ് അതിനെക്കുറിച്ചുള്ളത് എന്നുള്ളത് ഇസ്ലാമികമായി യഥാർത്ഥത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതാണല്ലോ കലിമത്തു തൗഹീദ് എന്ന് പറയുന്നത്. അല്ലാഹുവല്ലാതെ ഇലാഹില്ല, വേറൊരു ഇലാഹില്ല. ലാ ഇലാഹുൻ ഇല്ലല്ലാഹ് എന്നല്ല പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അറബി ഭാഷയിലെ സാധാരണ ഗ്രാമർ അനുസരിച്ച് പറയേണ്ടത് ലാ ഇലാഹുൻ ഇല്ലല്ലാഹ് എന്നാണ്. ലാ ഇലാഹുൻ, അല്ലാഹുവല്ലാതെ ഇലാഹില്ല എന്ന് പറയണമെങ്കിൽ ലാ ഇലാഹുൻ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇലാഹ് എന്ന സംവർഗത്തിൽ, ഇലാഹ് എന്ന കാറ്റഗറിയിൽ ഇലാഹ് എന്ന് പറയാവുന്ന വേറൊരാളേ ഇല്ല എന്നാണ്. ലാ ഇലാഹ, ഇലാഹുകളേ ഇല്ല. ഈ അർത്ഥം വരണമെങ്കിൽ അറബി ഭാഷാ ഗ്രാമർ അനുസരിച്ച് ഇതുകൊണ്ട് ലൻ നാഫിയ ലിൽ ജിൻസ് എന്ന് പറയാം. ആ വർഗത്തെ തന്നെ, അതല്ലെങ്കിൽ ആ കാറ്റഗറിയെ തന്നെ നിഷേധിക്കുന്ന ലായാണ്. അതുകൊണ്ട് ലാ ഇലാഹുൻ എന്നുള്ളതിന് പകരം ലാ ഇലാഹ എന്ന് നമ്മൾ പറയുന്നു. എങ്കിൽ ഈ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതിൻ്റെ ആവശ്യകത, നമ്മൾ ഇസ്ലാമിൻ്റെ തൗഹീദിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണഗതിയിൽ ഇതൊരു പണ്ഡിതോചിത ചർച്ച മാത്രമായിട്ടാണ് നമ്മളിത് വെക്കാറുള്ളത്. തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ റുബൂബിയ, തൗഹീദുൽ അസ്മാ വസ്സിഫാത്ത് എന്നൊക്കെ പറഞ്ഞ് റുബൂബിയത്തിനെ കുറിച്ച്, ഉലൂഹിയത്തിനെ കുറിച്ച്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള അറബി പദങ്ങളായിരിക്കും. അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ കുറിച്ചും ഉലൂഹിയത്തിനെ കുറിച്ചും ഒരു പരിധി വരെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളായിരിക്കും നമ്മൾ. പക്ഷെ അള്ളാഹുവിൻ്റെ അസ്മാഉകളെ കുറിച്ച് നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അവശ്യ വിജ്ഞാനമാണ് എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വാക്കാണ്
പ്രമുഖനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഈമാനിന് 2 ഭാഗമാണുള്ളത്. ഈമാനിന് 2 ഭാഗം. അതിലൊരു ഭാഗം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. രണ്ടാമത്തെ ഭാഗം അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അതായത് അൽ മഅരിഫത്തു ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം. അതായത് ഒന്നാമത്തെ പകുതി അതാണ്. മറ്റൊന്ന് അൽ ഇബാദത്തു ലില്ലാഹ്, അള്ളാഹുവിനുള്ള ഇബാദത്താണ്. നമ്മൾ സാധാരണ ഒരു മുഅ്മിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ഒരാൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ സഹിതം ഇത്രയേറെ അതിനെക്കുറിച്ച് ഓരോ വാക്കുകളെ കുറിച്ചും പഠിച്ചിട്ടാണ് വരേണ്ടത് എന്നൊന്നുമല്ല. പക്ഷെ നമ്മളൊരു മുഅ്മിനാണെങ്കിൽ, വിശ്വാസിയാണെങ്കിൽ, ആ വിശ്വാസത്തിന്റെ തിളക്കവും മാറ്റും ദിനേന അതിനെ ജ്വലിപ്പിച്ചു നിർത്താൻ പടച്ചവനെ കുറിച്ചുള്ള ഈ അറിവ് ആവശ്യമാണ് എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തില് ഈ അറിവ് പഠിക്കുന്നതിന്റെ മാഹാത്മ്യം എന്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ ഡോക്ടർമാരെ കാണുമ്പോൾ ഇത്തിരി കൂടുതൽ ബഹുമാനിക്കും. മറ്റേത് പ്രൊഫഷനെ പോലെയും ഒരു പ്രൊഫഷനാണ്, അത് ഒരു ജോലിയാണ്. പക്ഷെ ആ ഡോക്ടർമാരെ വളരെ അവരെ ബഹുമാനിക്കുക എന്നുള്ളതിനേക്കാൾ അവർ കൈകാര്യം ചെയ്യുന്ന മേഖലയുമായി ബന്ധപ്പെട്ട ഒരു അറിവാണ്. ആ മേഖലയുമായി ബന്ധപ്പെട്ട അറിവ് അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വൈദ്യശാസ്ത്രത്തിൽ, അതായത് മനുഷ്യന്റെ ബോഡി, മനുഷ്യന്റെ ശരീരം കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലക്കുള്ളൊരു വലുപ്പം, മറ്റേ എഞ്ചിനീയറും അതല്ലെങ്കിൽ ബിസിനസ്സുകാരും ഏത് തൊഴിലായാലും ആ തൊഴിലൊക്കെ മാഹാത്മ്യമുണ്ടെങ്കിൽ കൂടിയും മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള ഒരു അറിവ് അയാൾക്ക് കൂടുതലായി ഉണ്ട് എന്നുള്ളത് എല്ലാവരും അയാളെ ആശ്രയിക്കുകയോ അതല്ലെങ്കിൽ അയാളിൽ നിന്ന് വിവരം ശേഖരിക്കാനോ കൗതുകത്തോടി കൂടി കാത്തു നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാവും. അങ്ങനെയെങ്കിൽ അള്ളാഹുവെ കുറിച്ചുള്ള അറിവ്, ഈ അറിവ് നേടുന്നതോടുകൂടി ഒരു വിശ്വാസി, ഒരു സാധാരണ വിശ്വാസിയിൽ നിന്ന് അല്പം കൂടി ദർജയിലേക്ക് എത്തും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഖുർആൻ ആമുഖത്തിൽ ഖുതുബയിൽ ഓതിയ ആയത്തതാണ്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് അൽ അസ്മാഉൽ ഹുസ്നയുണ്ട്. വളരെ മനോഹരമായ, സൗന്ദര്യപൂർണമായ, വിശുദ്ധമായ നാമങ്ങളുണ്ട്. ഫദ്ഉഹു ബിഹാ, നിങ്ങൾ അത് വെച്ചാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ മനോഹരമാണ്, ഗദ്ഗതങ്ങൾ സഹിതം നമ്മളുടെ മനസ്സിൽ നിന്ന് പുറപ്പെടുന്നതാണ് പ്രാർത്ഥനകൾ. നമ്മുടെ വിഷമവും സന്തോഷമൊക്കെ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ നിഷ്കളങ്കമാണ്. പക്ഷെ അതിനെ കുറെ കൂടി മനോഹരമാക്കാൻ ഫദ്ഉഹു ബിഹാ, അള്ളാഹുവിന്റെ പേരുകൾ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കൂ. അള്ളാഹുവിന്റെ പേരുകളെ നിങ്ങളുടെ സ്മരണയിലേക്ക് കൊണ്ടുവരൂ. നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് മനോഹാരിതയേക്കാൻ, അതല്ലെങ്കിൽ അതിന്റെ സൗന്ദര്യം കൂട്ടാൻ ഈ അറിവ് നമ്മളെ സഹായിക്കുമെന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ട്, വഅലം, അതല്ലെങ്കിൽ വഅലമു, നീ അറിയുക, അതല്ലെങ്കിൽ വഅലമു, നിങ്ങൾ അറിയുക. എന്തറിയണം? അന്നല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹു ശദീദുൽ ഇഖാബാണ്. അതല്ലെങ്കിൽ അല്ലാഹു വഅലം അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന് നീ അറിയണം. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉമായി ബന്ധപ്പെട്ട അറിവ്, ഇതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഏറ്റവും വിശേഷപ്പെട്ട അറിവായി വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിക്കുമ്പോഴും ചരിത്രം പഠിക്കുമ്പോഴും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔന്നത്യവും മാഹാത്മ്യവും വലുപ്പവും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഈ സിഫത്തുകൾ മുന്നിൽ വെച്ച്, എന്തിന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും ഇത് മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മളോട് പറയണം. കാരണം പടച്ചവനെ കണ്ടെത്തുന്നത് സയൻസ് വഴിയല്ല. അതുകൊണ്ടാണ് സയൻസ് എന്നുള്ളത് ഉള്ള സംഗതി കണ്ടെത്തുന്നതിന്റെ പേരാണല്ലോ. പുതുതായി ഒരു സംഗതി നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി നിർമ്മിക്കുന്ന ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചല്ല പറയുന്നത്. ഈ പ്രപഞ്ച വിസ്മയങ്ങളെ, അതല്ലെങ്കിൽ ഈ ക്ഷീരപഥത്തിന്റെ ഈ കാണുന്ന ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പത്തെ നോക്കിക്കൊണ്ട് മനുഷ്യൻ അമ്പരപ്പെടുന്നത് ഇങ്ങനെയാണ്, ഇതാ ഞങ്ങൾ ഇത് കണ്ടെത്തിയിരിക്കുന്നു, ഞങ്ങൾ ചൊവ്വയിൽ പോയിരിക്കുന്നു, ഞങ്ങൾ ചന്ദ്രനിൽ കാലു കുത്തിയിരിക്കുന്നു. ഇനി അതൊക്കെ സമ്മതിക്കുക, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ചൊവ്വ ഉണ്ടാക്കിയെന്ന് ആരും പറഞ്ഞിട്ടില്ല, ചന്ദ്രൻ ഉണ്ടാക്കിയെന്ന് ആരും പറഞ്ഞിട്ടില്ല,
ഭൂമി ഞങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ പോയത് വലുപ്പമാണ് മനുഷ്യന്. തീർച്ചയായും മനുഷ്യൻ അവിടെ പോകാനുള്ള അവസരങ്ങൾ പടച്ചവൻ അവന്റെ ബുദ്ധി കൊണ്ടും അവന്റെ കഴിവുകൾ കൊണ്ടും മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള അവന്റെ പ്രകൃതം കൊണ്ടും മറ്റുള്ളവരിൽ നിന്ന് അവന് സാധ്യമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിയാൻ ഈ സയൻസ് സഹായിക്കുമോ? അപ്പൊ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല്, ഏതെങ്കിലും ഒരായത്തിന് തുല്യമായ എന്തെങ്കിലും ഒരു സയൻസിന്റെ കണ്ടെത്തലെത്തിയാൽ നമ്മളുടെ ആളുകൾ ഉടനെ പറയും, കണ്ടാ ഖുർആൻ 1400 കൊല്ലം മുമ്പ് പറഞ്ഞതാണ്, അതുകൊണ്ട് ഖുർആൻ ഉഷാറാണ്. ഇങ്ങനെയല്ല കേട്ടോ ഖുർആൻ സ്ഥാപിക്കുക. അള്ളാഹ് പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പൊ ബോധ്യമായില്ലേ, നാസയിൽ നിന്ന് ആ റിപ്പോർട്ട് വന്നില്ലേ എന്നൊക്കെ ഉള്ളത്, അത് വെച്ചുകൊണ്ട് തഫ്സീറുൽ അസ്രി എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയുണ്ട്. അതായത് കാലഘട്ടത്തിനനുസരിച്ച് തഫ്സീർ പറയുക. അതങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. കാരണം നാസ ചിലപ്പോൾ നാളെ ഇന്ന് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് പറയും. ഇത്ര ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ നിന്ന് ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഇനി പ്ലൂട്ടോയെ ഉൾപ്പെടുത്തരുതെന്ന് പറയും. അപ്പൊ അതിനനുസരിച്ചുകൊണ്ട് നിങ്ങൾ 9 എണ്ണം ഖുറാനിൽ പറഞ്ഞ് ഇതാണെന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും 8 എണ്ണം ആക്കേണ്ടി വരും. അപ്പൊ അള്ളാഹുവിലേക്ക് എത്താനുള്ള, പടച്ചവനിലേക്ക് എത്താനുള്ള മൗലികമായ അറിവായി സയൻസിലൂടെ നിങ്ങൾ അള്ളാഹുവിലേക്ക് എത്തൂ എന്നുള്ളതല്ല, മറിച്ച് സയൻസാണ്, ആയാത്താണ്, ദൃഷ്ടാന്തങ്ങളാണ്. പടച്ചവൻ ഈ ലോകത്ത് നിറച്ചു വെച്ച കാര്യങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് അള്ളാഹുവെ മനസ്സിലാക്കണം. ഹത്താ യതബയ്യന ലഹുമുൽ ഹഖ്, സത്യങ്ങൾ അവർക്ക് തന്നെ തീർച്ചയാക്കപ്പെടുന്ന ഒരവസ്ഥയിൽ അവർ അവരിലേക്കും ഈ പ്രപഞ്ചത്തിലേക്കും നോക്കുന്നില്ലേ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു കൂട്ടരുടെ റിപ്പോർട്ട്, അവർ പുറത്തുവിട്ട എന്തെങ്കിലും ഒരു ജേണല്, അതിലെ ആർട്ടിക്കിള്, ഇത് പടച്ചവനെ കണ്ടെത്താൻ മാനദണ്ഡമാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ അറിവിലൂടെ നിങ്ങൾ അള്ളാഹുവിലേക്ക് എത്തൂ എന്ന് വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും രാത്രിയിൽ കിടന്നുറങ്ങുന്നു. പാതിരാത്രി മൂക്കുമ്പോ വിരിപ്പിൽ റസൂലുള്ളാഹി ഉണ്ടോ, തൊട്ടടുത്ത് കിടക്കുന്ന പ്രിയതമൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടോ എന്ന് കൈനീട്ടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തപ്പുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്ത് തന്നെ അപ്പുറത്ത് രാത്രി നമസ്കാരം നിർവഹിക്കുന്നു. സുജൂദിലായിരിക്കെ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ബീഹ് ചൊല്ലുന്നു. ആ തസ്ബീഹിൽ സുബ്ഹാനക ലാ ഉസ്നി സനാഅൻ അലൈക് അൻത കമാ അസ്നൈത അലാ നഫ്സിക്. ആ സന്ദർഭത്തിൽ വേറിട്ടൊരു തസ്ബീഹ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കേൾക്കുകയാണ്. സുബ്ഹാനക, പടച്ചവനെ നീ എത്ര മഹോന്നതൻ, ഞങ്ങളുടെ തീരുമാനങ്ങൾക്കും ഞങ്ങളുടെ ആലോചനകൾക്കും അതല്ലെങ്കിൽ ഞങ്ങൾ നിന്നെക്കുറിച്ച് കരുതുന്നതിനും എത്രയോ മുകളിലുള്ളവൻ. ലാ ഉഹ്സി സനാഅൻ അലൈക് അൻത കമാ അസ്നൈത അലാ നഫ്സിക്. നീ നിന്നെക്കുറിച്ച് നിന്റെ വലുപ്പം പറഞ്ഞ അത്രയും നിന്നെ വാഴ്ത്താനും വിശുദ്ധപ്പെടുത്താനും നിന്നെക്കുറിച്ച് പുകൾ പാടാനും എനിക്ക് സാധിക്കില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ നമ്മളോട് പരിചയപ്പെടുത്തിയ അത്ര തീർച്ചയിലും മൂർച്ചയിലും ആരാ പറയുന്നതെന്ന് ആലോചിക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. പടച്ചവനെ, എന്റെ തസ്ബീഹ്, എന്റെ സനാ എന്ന് പറഞ്ഞാൽ സ്തുതിയാണ്, വാഴ്ത്തലാണ്. പടച്ചവനെ, എന്റെ സ്തുതി കീർത്തനങ്ങൾ നീ നിന്നെ പരിചയപ്പെടുത്തി അത്രത്തോളം എത്തുന്നില്ല. കാരണം വിശുദ്ധ ഖുർആനിൽ അത്രമേൽ സമൃദ്ധവും അത്രമേൽ സമ്മേളനവുമാണ് ഇത്തരം കാര്യങ്ങളുടെ. അപ്പൊ നമുക്കൊരു ഖുത്ബയില് ഒരാഴ്ചത്തെ ഒരു അരമണിക്കൂർ വിശദീകരണത്തിൽ ഈ കാര്യമൊക്കെ പഠിച്ചു പോകാം എന്നല്ല കരുതുന്നത്, മറിച്ച് ഇതൊരു പ്രവേശികയാണ്. ഖുത്ബകളെ കുറിച്ച് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. ഇതൊക്കെ എല്ലാ ഇൽമും പഠിക്കാനുള്ള ഒരേ ഒരു വേദി, വെള്ളിയാഴ്ച ഖുത്ബ തന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിക്കാനുള്ള സ്ഥലമൊന്നുമില്ല, മറിച്ച് ഇതൊരു പ്രചോദനം മാത്രമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സന്ദർഭത്തിൽ നിങ്ങൾ ആലോചിക്കണം. അള്ളാഹുവിനെ കുറിച്ച് നമുക്കറിയാം, സൂറത്തുൽ ഇഖ്ലാസ്. നമ്മൾ വേഗം ഓതിപ്പോകുന്ന 2 സൂറത്തുകളിൽ പെട്ടതാണ്. ഒന്ന് ഇന്നാഅതൈനാക്കൽ കൗസറും ഖുൽ ഹുവല്ലാഹു അഹദ്. നമുക്ക് സമയമില്ലാത്തപ്പോഴൊക്കെ നമ്മൾ ഓതുന്ന സൂറത്ത് എന്ന് പറയുന്നതാണ്. അതിന് വേറൊരു വശം കൂടിയാണ്. ഈ 2 സൂറത്തുകളിൽ ഒരു സൂറത്ത് അള്ളാഹുവിനെ കുറിച്ചും പൂർണ്ണമായും അള്ളാഹുവിനെ കുറിച്ചും, മറ്റൊരു സൂറത്ത് ആരെ കുറിച്ചാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്.
ഒന്ന് മുഹമ്മദ് നബിയെ കുറിച്ചുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് സൂറത്താണ്, മറ്റൊന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള സൂറത്താണ്. അപ്പോ ഇന്നാ അത്തൈനാക്കൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അപ്പോ നമ്മൾ വേഗം ഓതി പോകേണ്ട ഒരു സൂറത്ത് മാത്രമല്ല, എൻ്റെ ഒരു കനുണ്ട് അതിന്. നമ്മുടെ നേരിട്ടുള്ള വിഷയം അതല്ല. ഇപ്പൊ സൂറത്തുൽ ഇഖ്ലാസ്, ഇതിൽ അള്ളാഹിനെ പരിചയപ്പെടുത്തുകയാണ്. ഖുൽ, റസൂലെ അവരോട് പറഞ്ഞേക്കുക, അവർക്ക് മനസ്സിലാകുന്ന ഒരു അള്ളയുണ്ട്. വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്ന അല്ലാഹ്. അവരോട് നീ ചോദിച്ചാൽ, ഖുറൈശികളോട് ചോദിച്ചാൽ, പണ്ട് ബാബിലോണിയയിലെ ആൾക്കാരോടും അതുപോലെ തന്നെ അതിനുശേഷം വന്ന, അതായത് ഇബ്രാഹിം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള സംബോധിതരെ കുറിച്ച്, പ്രബോധിതരെ കുറിച്ച് പറഞ്ഞാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലുണ്ടായിരുന്ന ഖുറൈശികളെ കുറിച്ച് പറഞ്ഞാലും അല്ലാഹ് പറയണം, വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്. ഈ ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ചത് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ ലയഖൂലുന്ന അല്ലാഹ്, അല്ലാഹ് എന്നാണ് അവർ പറയുക. പക്ഷേ ഏതല്ലാഹ്? അതിന്റെ ഉത്തരമാണ് ഖുൽ, പ്രവാചകരോട് പറയുക, ഹുവ. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നല്ല കേട്ടോ ശരിക്കും അർത്ഥം. അവിടെ ലമീറു ഷഅ്നാണ് നല്ലത്, ലമീറു ഷഅ്ൻ, അതായത് അത്രമേൽ ഗൗരവപ്പെട്ട ഒരു കാര്യം പറയാം. അപ്പൊ അല്ലാഹു എന്ന് പറയുന്നത് അല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇത് പറയുന്നതോട്, ഈ 4-5 കാര്യങ്ങൾ വിശദീകരിക്കുന്നതോടുകൂടി അല്ലാഹു എന്താണ് എന്ന് മനസ്സിലാക്കപ്പെടുക. ഇത് നമ്മളിൽ തന്നെ പലർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ്, ഈ അല്ലാഹ് എന്നുള്ളത് ഇത് മുസ്ലിങ്ങളുടെ അള്ളാഹുവിനുള്ള എന്തൊരു പേരാണെന്ന്. അങ്ങനെയല്ല. കാരണം ഖുറൈശികൾ അവരുടെ പരമമായ ദൈവത്തിന് പറഞ്ഞിരുന്ന പേരാണ് അല്ലാഹ്. പക്ഷെ ആ സങ്കല്പത്തിൽ പ്രശ്നമുണ്ട്, അതിന്റെ വിശദീകരണത്തിൽ പ്രശ്നമുണ്ട്. ക്രൈസ്തവർക്ക് ഒരു അള്ളയുണ്ട്. അരമനേക്ക് ഭാഷയിലും സുറിയാനി ഭാഷയിലും എടുത്തു നോക്കിയാൽ ഇലാഹും ഐലോഹും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഐലോഹം കാണാൻ പറ്റും. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ വിശദീകരണത്തിൽ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഈ അള്ളയെ നിങ്ങൾ അറിയേണ്ട വിശുദ്ധ ഗ്രന്ഥമാണ് ഏത്? വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഈ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ ഇവിടെ വരും. കാരണം അള്ളാഹുവിനെ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അറബി ഭാഷയിലുള്ള ഇഞ്ചീൽ, അതായത് ഇന്നത്തെ ഈ പുതിയ നിയമം ബൈബിള് നിങ്ങൾ എടുത്തുകൊണ്ടുവരൂ, അവിടെ കർത്താവ് എന്നുള്ളിടത്ത് അള്ളാഹ് എന്നാണ് ട്രാൻസ്ലേഷൻ. നമ്മൾ മലയാളത്തില് ക്രൈസ്തവരുടെ പരമമായ ദൈവത്തെക്കുറിച്ച് കർത്താവ് എന്ന് അവർ പറയാം, അള്ളാഹ് എന്നാണ് അവിടെ. പക്ഷെ ആ അള്ളാഹു എന്താണെന്നുള്ള സങ്കല്പത്തിൽ അവർക്ക് പ്രശ്നമുണ്ട്. ഖുറൈശികൾക്ക് അള്ളാഹുവിനെ അറിയാം, പക്ഷെ അവർ പറഞ്ഞു മാലി യുഖർരിബുന ഇലല്ലാഹി സുൽഫാ. ഞങ്ങള് ഈ ഇടദൈവങ്ങളെയും ഈ ചോട്ട മോട്ട ശിങ്കിടികളായ ഇലാത്തയെയും ഉസ്സയെയും മനാത്തിനൊക്കെ പ്രാർത്ഥിക്കുന്നത് ലിയുഖർരിബുന ഇലല്ലാഹ്, അള്ളാഹിലേക്ക് ഞങ്ങൾക്ക് മധ്യവർത്തികളായിക്ക്, ഞങ്ങൾക്ക് മീഡിയേറ്റേഴ്സ് ആയിട്ട് ആളുകൾ, ഞങ്ങൾ നേരിട്ട് പോയിട്ട് പ്രാർത്ഥിച്ചാൽ എങ്ങനെ ശരിയാവാം? ഞങ്ങൾക്ക് ഇടയിൽ കുറച്ച് ആൾക്കാർ വേണം. ഇതുകൊണ്ടാണ് എന്നാണ്. അപ്പോ ഈ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു സ്വമദ്, അള്ളാഹുവിലേക്ക് വേറെ ആരുടെയും ശുപാർശ ആവശ്യമില്ല. അള്ളാഹ്ക്ക് വേറെ ആരുടെയും സഹായം ആവശ്യമില്ല. നിങ്ങൾക്കാകട്ടെ അള്ളാഹുവിന്റെ സഹായം ആവശ്യമുണ്ട്. അതാണ് അള്ളാഹു സ്വമദ്. ലം യലിദ് വലം യൂലദ്. ലം യലിദ്, അവന് മക്കളില്ല. അള്ളാഹുവാണ് എന്ന് ഇന്നല്ലാഹ സാലിസു സലാസ. വിശുദ്ധ ഖുർആൻ ക്രൈസ്തവരുടെ ഈ സങ്കല്പത്തെ കുറിച്ച് പറഞ്ഞു, അള്ളാഹു സാലിസു സലാസ, ത്രിയേകത്വമാണ്. അതായത് ഞങ്ങൾ ഇതൊക്കെ വെവ്വേറെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നാണ്, ട്രിനിറ്റിയാണ് എന്നവർ പറഞ്ഞു. ലം യലിദ്, അങ്ങനെയുമില്ല. വലം യൂലദ്, ജനിച്ചിട്ടുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, തുല്യമായി എന്തെങ്കിലും, അത് ചിത്രമാകട്ടെ, സങ്കല്പമാകട്ടെ, നിങ്ങളുടെ ഭാവനയാകട്ടെ, കഥയാകട്ടെ, വിശദീകരണമാകട്ടെ, ഇതാണത് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പൊ അള്ളാഹുവിനെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ സൂറത്ത് സ്വഹീഹ് ബുഖാരിയിൽ വളരെ രസകരമായ ഒരു സംഭവം കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിൽ ഒരാൾ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് ഓതും. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ഇത് ഓതും. ഇത് ഓതിക്കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുക? മറ്റൊരു സൂറത്ത് ഓതണമെങ്കിൽ ഓതുക. റസൂലിൽ നിന്ന് അതിന് മാതൃകയൊന്നുമില്ല കേട്ടോ. അപ്പൊ സ്വഹാബിമാർ ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എപ്പോഴും എന്തിനാണ് സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് ഒരു സൂറത്തുൽ ഇഖ്ലാസും അത് കഴിഞ്ഞ് മറ്റ് സൂറത്തും ഓതുന്നത്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇവർ കംപ്ലൈന്റ് ആയിട്ട് എത്തി. റസൂൽ ഇവരെ വീണ്ടും തിരിച്ചു വെച്ചു. എന്തിനാണ് താങ്കൾ ഇപ്രകാരം ചെയ്യുന്നത് എന്നുള്ളതിന് താങ്കൾക്ക് വല്ല വിശദീകരണമുണ്ടോ? സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ മഹത്വത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് ഞാൻ അടുത്തൊരു സൂറത്തിലേക്ക് പ്രവേശിക്കും. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് കൂടി ഓതിയിട്ടാണ് അടുത്ത സൂറത്തിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈ മറുപടിയുമായി പോയ ആളുകൾ എത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് സന്തോഷ വാർത്തയായിട്ട് പറഞ്ഞു, ആ ഇഖ്ലാസിനോടുള്ള, ആ സൂറത്തിനോടുള്ള നിന്റെ സ്നേഹം നിന്നെ സ്വർഗാവകാശിയാക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാം നിസ്കാരത്തിന് ശേഷം ഇത് ഓതണം എന്നുള്ളതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല കേട്ടോ. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്നാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ നമസ്കാരങ്ങളിലുള്ള, പ്രത്യേകിച്ചും ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള മഹത്വം ഞങ്ങൾക്ക് ഉദ്ഘോഷിക്കാൻ പറ്റാത്ത, വിശദീകരിക്കാൻ പറ്റാത്ത, അള്ളാഹുവെ നീ പറഞ്ഞ പോലെ പറ്റൂ. അള്ളാഹു ആരാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ല, അള്ളാഹ് പറഞ്ഞാണ് അറിയേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് നമുക്ക് അർ-റഹ്മാൻ, റഹീം, അൽ ഗഫൂർ, ഇങ്ങനെ ഒരുപാട്, റഊഫ്, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് പേരുകൾ, ഒരുപാട് നാമങ്ങൾ നമുക്ക് അറിയാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. ഇതൊക്കെ കൂടി നമുക്ക് വിശദീകരിക്കാൻ സാധ്യമല്ല. നമുക്ക് ഒരു ഏതാനും ആഴ്ചകൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അസ്മാകൾ പറഞ്ഞു പോകണമെന്നാണ് കരുതുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാ? അല്ലാഹ് തന്നെ. അല്ലാഹ് എന്നുള്ളത് തന്നെയാണ്. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന എന്നുള്ളത്. അസ്മാഉൽ ഹുസ്ന ഉള്ളത് ആർക്കാ? അല്ലാഹ്. അപ്പോ ഈ ഇലാഹ്, അപ്പൊ വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. അതുപോലെ തന്നെ അവസാനിക്കുന്നിടത്ത് ഖുൽ അഊദു ബി റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. ഇലാഹ്, ഈ ഇലാഹും അള്ളയുമായിട്ടാണ് ഇതിന്റെ ബന്ധം. അൽ ഇലാഹ്, അലിഹ യഅലഹു എന്ന അറബി വാക്കിൽ നിന്നാണ് അള്ളാഹ് എന്നുള്ള ലാമുൽ ജലാലത്തോടുകൂടി. നമുക്ക് അല്ലാഹ് എന്ന് പറയാൻ പറ്റൂല, യഥാർത്ഥത്തിൽ അത് ലാമാണ്. പക്ഷെ ലാമുൽ ജലാല അറബി ഭാഷയിൽ അള്ളാഹുവിലോട്ട് ചേർത്തുകൊണ്ട് മാത്രമാണ് ലാമുൽ ജലാല, അതായത് ഒരു മുഴക്കമുള്ള ലാമ് എന്നാണ് അതിന്റെ പേര്. ലാവും അല്ല, വാദും അല്ല, അള്ളാഹ്. ലാ തന്നെ കിലുങ്ങാണ് ചെയ്യുന്നത്. ചിലർക്ക് അത് ഉച്ചരിക്കുമ്പോൾ തന്നെ പ്രശ്നമുണ്ടാവും. അപ്പോ ഈ അള്ളാഹുവിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട, ഇപ്പോൾ അള്ളാഹു ഖുർആനിൽ എന്നുള്ള KC അബ്ദുള്ള മൗലവിയുടെ പുസ്തകമുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു എന്നുള്ള വിശദാംശങ്ങളിൽ തന്നെ വ്യത്യസ്തമായ രചനകൾ മലയാളത്തിൽ തന്നെ ഒരുപാട് പുസ്തകങ്ങളിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇനി നിങ്ങൾക്ക് അറബിയിൽ തന്നെ അത് വായിക്കാൻ പറ്റുമെങ്കിൽ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും അതുപോലെ തന്നെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് രചനകൾ ആ വിഷയത്തിൽ ലഭ്യമാണ്. ഈ അലിഹയെയും യഅലഹുനെയും, അതായത് അഭയം തേടി, പ്രൊട്ടക്ഷൻ തേടി മനുഷ്യരൊക്കെ മറ്റുള്ള ദൈവങ്ങളൊക്കെ കൈവിടുമ്പോൾ പടച്ചോനെ എന്ന് പറഞ്ഞ് വിളിക്കുമല്ലോ. ഏത് മതത്തിൽപ്പെട്ടവരും ഈശ്വര എന്ന് വിളിക്കുമല്ലോ, ദൈവമേ എന്ന് വിളിക്കുമല്ലോ. അതിന്റെ സങ്കല്പം മനസ്സിലായിട്ടില്ല, അതല്ലെങ്കിൽ ആരും വന്ന് അതിന് വിശദീകരിച്ചിട്ടില്ല. വിശദീകരിക്കപ്പെട്ട മനുഷ്യന്റെ മനസ്സ് തേടുന്ന തീർത്തും മെറ്റഫിസിക്കലായ, അതീന്ദ്രിയമായ, അതിഭൗതികമായ മനുഷ്യർക്ക് ഈ ലോകത്തുള്ളവർക്കൊന്നും തങ്ങളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കില്ലെന്നും തങ്ങൾക്ക് ആ അസ്തിത്വത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ വേണമെന്നും മനുഷ്യർക്ക് തോന്നുന്ന അസ്തിത്വം അല്ലാഹ്, അതാണ് അല്ലാഹ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഹുവൽ ഇസ്ം അല്ലദീ യദുല്ലു അലൽ വുജൂദിൽ ഹഖ് അൽ-ജാമി' ലിസിഫാത്തിൽ ഉലൂഹിയ്യ വറുബൂബിയ്യ. ഉലൂഹിയത്തിന്റെയും റുബൂബിയത്തിന്റെയും എല്ലാ ജാമിഉമായ, എല്ലാ തരത്തിലുമുള്ള പൂർണ്ണമായ അസ്തിത്വത്തിനുടയവൻ, എല്ലാം സമ്മേളിച്ചിട്ടുള്ള ഈ ലോകത്ത് ദൈവം എന്നുള്ള, പടച്ചവൻ എന്നുള്ള, ഈശ്വരൻ എന്നുള്ള, ആരാധിക്കപ്പെടാൻ അർഹൻ എന്നുള്ള ഒരു പരമമായ സത്തത്തിന്റെ എല്ലാ ഗുണങ്ങളും സമ്മേളിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ പടച്ചവന്റെ പേരാണ് അല്ലാഹ്. വഹുവൽ മുതഫർരിദ് ബിൽ വുജൂദിൽ ഹഖീഖി. യഥാർത്ഥ ഉണ്മക്ക്, യഥാർത്ഥ ബാക്കിയാവലിന്, യഥാർത്ഥ നിലനിൽപ്പിന് അർഹൻ ഈ അള്ളയാണ്. ഫകുല്ലു മാ സിവാഹു ഇന്നമസ്തഫാദൽ വുജൂദ മിൻഹു. അപ്പൊ ഈ ഭൂമിയിൽ കാണുന്ന മറ്റുള്ളതെല്ലാമോ ആ അസ്തിത്വത്തെ ഉപജീവിച്ചുകൊണ്ട് ഉണ്ടായത് മാത്രമാണ്, ബാക്കിയാകാനുള്ളതല്ല, തീരാനുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ഒരു അസ്തിത്വം എന്നുള്ള നിലയിൽ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന പടച്ചവന്റെ പേരാണ് അല്ലാഹ്.
ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ വിശദമായി ഒരു 10-70 പേജോളം ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം. അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നത് ഇന്നല്ലാഹ അസ്ലുഹു അൽ ഇലാഹ്, അവിടെ വെച്ചുകൊണ്ടാണ് നമ്മൾ അലിഹ ഇലഹു പറഞ്ഞ അൽ ഇലാഹ്. വഅന്ന ഇസ്മല്ലാഹ് ഹുവൽ ജാമിഉ ലിജമീഇ മആനിൽ അസ്മാഇൽ ഹുസ്ന വസിഫാത്തിൽ ഉല. നമ്മൾ പറയുന്ന ഇനി അൽ അസീസ്, അൽ ഗഫൂർ, അൽ മുഹൈമിനുൽ ജബ്ബാർ, അൽ മുത്തക്കബ്ബിർ, ഇങ്ങനെ തുടങ്ങുന്ന ഒരു അൽ അസീസ്, ഇങ്ങനെ തുടങ്ങുന്ന എല്ലാ സിഫത്തുകളും ഉണ്ടല്ലോ വിശുദ്ധ ഖുർആനിൽ, ഇതെല്ലാം ഒന്നിലേക്ക് ചേർത്താൽ അത് അള്ളയായി. അതായത് അൽ ഗഫൂറിന്റെ പേർ അത് അള്ളാഹ്, അതായത് അള്ളാഹുവിലേക്ക്, അസീസിന്റെ പേർ അള്ളാഹുവിലേക്ക്, അൽ മുഹൈമിൻ എന്നുള്ളത് അള്ളാഹുവിലേക്ക്, ഇതൊക്കെ ചെന്ന് ചേരുന്ന ഇടം ഇതാണ് അള്ളാഹ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രചാരകരും പ്രബോധകരും പ്രതിനിധികളും, ഏറ്റവും ചുരുങ്ങിയത് പ്രതിനിധികളൊക്കെ ആകുമ്പോൾ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ വാപ്പനറിയാം, നമ്മുടെ തറവാടറിയാം. ഇതൊന്നും അറിയാത്ത ആളുകളെ നമ്മൾ അഡ്രസ്സ് ഇല്ലാത്തവർ, മേൽവിലാസം ഇല്ലാത്തവർ, ഇങ്ങനെയൊന്നും അതിൻ്റെ പേരിൽ അയ്ബൊന്നും ഇല്ല കേട്ടോ ഇസ്ലാമിൽ. ഏറ്റവും ചുരുങ്ങിയത് അതിലൊക്കെ അഭിമാനമുള്ളവരാണ് നമ്മൾ. ഞാൻ ഇന്ന നാട്ടിലുള്ളവരാണ്, ഇന്ന വീട്ടിലുള്ളവരാണ്, ഇതാണ് എൻ്റെ അഡ്രസ്സാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കൊള്ളക്കൊടുക്കുകൾ, നിങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ, നിങ്ങളുടെ ഇബാദത്ത്, ഇതൊക്കെയുള്ള അള്ളാഹുവിനെ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിജ്ഞാനമായി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. പടച്ചറബ്ബ് ആ നിലക്കുള്ള അറിവുകൾ നേടാൻ, ആ നിലക്കുള്ള അറിവുകൾ നേടി ഈമാൻ വർദ്ധിപ്പിക്കാൻ, ഈമാൻ വർദ്ധിക്കുന്നതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണത് അള്ളാഹിനെ കുറിച്ച് അറിയുക എന്നുള്ളത്. അങ്ങനെയാണല്ലോ നമുക്ക് ഈമാൻ വർദ്ധിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കും, നല്ല കാര്യം ചെയ്യുന്നവരെ കാണുമ്പോൾ നമുക്ക് ഈമാൻ വർദ്ധിക്കും, നല്ല മൂമിനുകളെ കുറിച്ച് അറിയുമ്പോൾ നമുക്ക് ഈമാൻ വർദ്ധിക്കും, നല്ല ചില സഹാബിമാരുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ജീവിതത്തിലെ ചില അടരുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഈമാൻ വർദ്ധിക്കും. അങ്ങനെയെങ്കിൽ അള്ളാഹുവെ കുറിച്ച് അറിഞ്ഞാൽ, യഥാർത്ഥ വിധമറിഞ്ഞാൽ നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കുന്നതിൻ്റെ തോത് എന്തായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പടച്ചറബ്ബ് നിലയിൽ ഈമാനിൻ്റെ വർധനവിന്, പടച്ചവനോടുള്ള അടുത്ത ബന്ധവും അടുത്ത അറിവും നിലനിർത്താൻ നമുക്കുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. 2 പേർ പ്രത്യേകമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സഹോദരിയാണ്. മറ്റൊരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടി, അത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പാമ്പ് കടിയേറ്റ് വളരെ ക്രിട്ടിക്കലായ ഒരു അവസ്ഥയിലാണ്. നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കുന്ന, പടച്ചവൻ പൂർണ്ണമായ ശിഫ നൽകിയ ആ സഹോദരി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചറബ്ബ് നമ്മുടെ വീഴ്ചകൾ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരോടൊപ്പം സ്വർഗത്തിൽ ഇടം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل وسلم وبارك على رسولك محمد وعلى آل محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. عباد الله وإماء الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم انصر إخواننا بأرض فلسطين، بأرض غزة على القوم الكافرين. اللهم أعنهم ولا تعن عليهم. اللهم كن معهم ولا تكن عليهم. اللهم يا ربنا آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى على خير محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.